നമസ്കാരം. നമുക്കൊരു 2500 വർഷം പിന്നോട്ട് പോകാം. അവിടെ ഒരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇല്ലാത്തതായിട്ടൊന്നുമില്ലായിരുന്നു. സമ്പത്ത്, അധികാരം, സ്നേഹമുള്ള കുടുംബം എല്ലാം. പക്ഷേ ആ കൊട്ടാരത്തിന്റെ വലിയ മതിലുകൾക്ക് പുറത്തുള്ള ചില സത്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ആ രാജകുമാരൻ സിദ്ധാർത്ഥ് ഗൗതമൻ പിന്നീട് ലോകം ബുദ്ധനെന്ന് വിളിച്ച വ്യക്തിയായി മാറിയ കഥയാണിത്. എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം ബോധോദയം തീതിയിറങ്ങിയ ആ യാത്രയിലേക്ക് നമുക്കൊരുമിച്ചു പോകാം. ഈ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. പരമമായ സത്യം, ആ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റും? നിങ്ങളുടെ ജോലി, കുടുംബം, അതോ ഇന്നുള്ള എല്ലാ സുഖങ്ങളുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. കാരണം സിദ്ധാർത്ഥൻ ഈ ചോദ്യം നേരിട്ടപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അപ്പോ സിദ്ധാർത്ഥന്റെ ഈ ഒരു വലിയ യാത്രയെ നമ്മൾ 6 ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം രാജകുമാരന്റെ അതികഞ്ഞ ലോകം, പിന്നെ അദ്ദേഹത്തെ പിടിച്ചുലച്ച ആ 4 കാഴ്ചകൾ, തുടർന്ന് സത്യം തേടിയുള്ള കഠിനമായ പാതയും ബോധിമരച്ചുവട്ടിലെ ആ നിർണായകമായ ജ്ഞാനോദയവും, ഒടുവിൽ അദ്ദേഹം ലോകത്തിന് നൽകിയ 4 മഹത്തായ സത്യങ്ങളും നമ്മൾ കാണും. അപ്പോ നമുക്ക് തുടങ്ങാം, അല്ലേ? നമ്മുടെ കഥ തുടങ്ങുന്നത് ശാക്യവംശത്തിലെ രാജകൊട്ടാരത്തിലാണ്. ശുദ്ധോദന രാജാവിനും മായാദേവിക്കും ഒരു മകൻ ജനിക്കുന്നു, സിദ്ധാർത്ഥൻ. പക്ഷേ ആ ജനനത്തോടൊപ്പം ഒരു പ്രവചനം കൂടിയുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ തന്നെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പ്രവചനം. അശിതൻ എന്നു പേരുള്ള ഒരു മഹർഷിയാണ് ആ പ്രവചനം നടത്തിയത്. അതിന് 2 സാധ്യതകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ സിദ്ധാർത്ഥൻ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു ചക്രവർത്തിയാകും, അല്ലെങ്കിൽ അവൻ എല്ലാം ഉപേക്ഷിച്ച് സത്യം തേടിപ്പോകുന്ന ഒരു മഹാസന്യാസിയാകും. ഇത് കേട്ട് രാജാവിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. തന്റെ മകൻ സിംഹാസനം ഉപേക്ഷിക്കുമോ എന്ന പേടി. അതുകൊണ്ട് ശുദ്ധോദന രാജാവ് ഒരു തീരുമാനമെടുത്തു. ലോകത്തിലെ ഒരു ദുഃഖവും ഒരു വിഷമവും സിദ്ധാർത്ഥൻ അറിയരുത്. അങ്ങനെ സിദ്ധാർത്ഥൻ ഒരു സ്വർണ്ണക്കൂടിലാണ് വളർന്നത്. ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ കൊട്ടാരം വീതം. പുറം ലോകത്ത് എന്താണ് നടക്കുന്നതെന്നോ ദുരിതങ്ങളെന്താണെന്നോ ഒന്നുമറിയാതെ സംഗീതത്തിലും വിനോദത്തിലും മുഴുകി ഒരു ജീവിതം. സുന്ദരിയായ യശോധരയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അവർക്ക് രാഹുലൻ എന്നൊരു മകനും ജനിച്ചു. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും അതൊരു പെർഫെക്റ്റ് ജീവിതമായി തോന്നും. പക്ഷേ ഒരു തികഞ്ഞ ജീവിതത്തിൽ ആർക്കാണ് എന്നെന്നും ഒതുങ്ങിക്കൂടാൻ കഴിയുക? ഒടുവിൽ ആ ദിവസം വന്നെത്തി. താൻ ഭാവിയിൽ ഭരിക്കേണ്ട രാജ്യമൊന്ന് കാണണമെന്ന് സിദ്ധാർത്ഥൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മകന്റെ കൺമുന്നിൽ നിന്ന് ദുരിതങ്ങളെല്ലാം ഒളിപ്പിച്ചുവെക്കാൻ രാജാവ് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ചിലപ്പോൾ വിധിയുടെ പ്ലാൻ വേറെയായിരിക്കുമല്ലോ. ആ യാത്രയിൽ സിദ്ധാർത്ഥൻ അതുവരെ കാണാൻ പാടില്ലാത്ത 4 കാഴ്ചകൾ കാണാൻ പോവുകയായിരുന്നു. ആദ്യമായി അദ്ദേഹം കണ്ടത് വേദന കൊണ്ട് പുളയുന്ന ഒരു രോഗിയെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുവരെ അസുഖമെന്നൊരു വാക്കുപോലും കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ആ കാഴ്ച എങ്ങനെയുണ്ടാകും? ആ വേദന തനിക്കും താൻ സ്നേഹിക്കുന്ന ഭാര്യയ്ക്കും മകനും വരുമല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ ആദ്യമായി ഭയപ്പെടുത്തി. അടുത്തത് ശരീരം തളർന്ന് ഒരു ഊർജവുമില്ലാതെ നിൽക്കുന്ന ഒരു വയസ്സായ മനുഷ്യനായിരുന്നു. അപ്പോ ഇതാണല്ലേ എല്ലാ മനുഷ്യരുടെയും ഭാവി? ഈ സൗന്ദര്യവും ശക്തിയുമൊക്കെ ഒരു നാൾ ഇല്ലാതാകുമോ? ജീവിതം എത്ര നൈമിഷികമാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. മൂന്നാമത്തെ കാഴ്ചയാണ് അദ്ദേഹത്തെ ശരിക്കും തകർത്തു കളഞ്ഞത്. ഒരു മൃതദേഹം. ജീവിതത്തിന്റെ അവസാനം ഇതാണെങ്കിൽ പിന്നെ ഈ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും എന്താണർത്ഥം? മരണമെന്ന സത്യത്തിനു മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. രോഗം, വാർദ്ധക്യം, മരണം, ഈ 3 യാഥാർത്ഥ്യങ്ങളും കണ്ട് തകർന്നിരിക്കുമ്പോഴാണ് അദ്ദേഹം 4ാമത്തെ കാഴ്ച കാണുന്നത്. ഒന്നുമില്ലാത്ത ഒരു സന്യാസി. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് സിദ്ധാർത്ഥൻ കൊട്ടാരത്തിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു ശാന്തതയുണ്ടായിരുന്നു. ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനാണ് താൻ ഈ പാത തിരഞ്ഞെടുത്തതെന്ന് ആ സന്യാസി പറഞ്ഞപ്പോ സിദ്ധാർത്ഥന് തന്റെ വഴിയും ഏതാണെന്ന് വ്യക്തമായി തുടങ്ങി. ആ 4 കാഴ്ചകൾ സിദ്ധാർത്ഥന്റെ ലോകത്തെ തലകീഴായി മറിച്ചു. ഈ ദുരിതങ്ങളുടെ എല്ലാം കാരണം കണ്ടെത്താതെ ഇനി കൊട്ടാരത്തിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഒരു രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും മകനെയും അവസാനമായി ഒന്ന് നോക്കി അദ്ദേഹം എന്നേക്കുമായി ആ കൊട്ടാരം വിട്ടിറങ്ങി. ഒരു ഉത്തരത്തിനായി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയുടെ തുടക്കം. രാജകീയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു സാധാരണ അന്വേഷകനായി ആ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ഗുരുക്കന്മാരെ തേടിച്ചെന്നു. അലാര കലാമയിൽ നിന്ന് ധ്യാനത്തിന്റെ ഉയർന്ന തലങ്ങൾ പഠിച്ചു. ഉദക രാമപുത്തയിൽ നിന്ന് മനസ്സിനെ ആഴത്തിൽ നിരീക്ഷിക്കാൻ പഠിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് അറിവുകൾ നൽകി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രധാന ചോദ്യം അപ്പോഴും ബാക്കിയായിരുന്നു. ഈ ദുരിതത്തെ എങ്ങനെ പൂർണ്ണമായി ഇല്ലാതാക്കാം? ഒരുപക്ഷെ ശരീരത്തെ കഠിനമായി പീഡിപ്പിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് കരുതി അദ്ദേഹം സന്യാസിമാരുടെ ഒരു സംഘത്തോടൊപ്പം ചേർന്നു. കഠിനമായ തപസ്സു തുടങ്ങി. എത്ര കാലമെന്നറിയാമോ? 6 വർഷം.
6 വർഷത്തോളം അദ്ദേഹം ഏതാണ്ട് പട്ടിണി കിടന്നു. ശരീരം ഒരു കൂടുപോലെയായി. വേദന സഹിക്കുന്നതിലൂടെ മനസ്സിനെ കീഴടക്കാമെന്നായിരുന്നു വിശ്വാസം. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ പട്ടിണി കിടന്ന് എല്ലും തോലുമായ ശരീരത്തിന് ശരിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കൊട്ടാരത്തിലെ ആഡംബരം ഒരറ്റമാണെങ്കിൽ സ്വയം പേടിപ്പിക്കുന്ന ഈ തപസ് മറ്റൊരറ്റമാണ്. രണ്ടും ശരിയല്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ വലിയ തിരിച്ചറിവ് കിട്ടുന്നത്. ശരിയായ വഴി ഈ രണ്ടറ്റങ്ങളുടെയും നടുവിലാണ്. അമിതമായ സുഖവും വേണ്ട, കഠിനമായ വേദനയും വേണ്ട. പകരം സന്തുലിതമായ ഒരു പാത. ഇതാണ് പിന്നീട് മധ്യമമാർഗം എന്ന പേരിൽ പ്രശസ്തമായത്. ഈ പുതിയ തിരിച്ചറിവുമായി സിദ്ധാർത്ഥൻ യാത്ര തുടർന്നു. ഒടുവിൽ ഗയയിലെ ഒരു വലിയ ആൽമരച്ചുവട്ടിൽ അദ്ദേഹം ഇരുന്നു. ആ മരമാണ് പിന്നീട് ബോധിവൃക്ഷം എന്നറിയപ്പെട്ടത്. അവിടെ ഇരുന്ന് അദ്ദേഹം ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു. സത്യമെന്താണെന്ന് കണ്ടെത്താതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പോരാട്ടത്തിന്റെ തുടക്കം. അദ്ദേഹം ധ്യാനത്തിൽ ആഴത്തിൽ മുഴുകിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു മുന്നിൽ വന്നു. അത് പുറത്തുനിന്നുള്ളൊരു അസുരനായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളുടെയും ഭയത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു മാരൻ എന്നറിയപ്പെട്ട ആ ശക്തി. ജ്ഞാനോദയത്തിന് തൊട്ടു മുൻപുള്ള ആ ഫൈനൽ ടെസ്റ്റ് ആദ്യം മാരൻ ഉപയോഗിച്ചത് പ്രലോഭനത്തിന്റെ ആയുധമായിരുന്നു. സിദ്ധാർത്ഥന്റെ മനസ്സിൽ സുന്ദരി സ്ത്രീകളുടെയും ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവാകുന്നതിന്റെയും ദൃശ്യങ്ങൾ നിറച്ചു. ഇതൊക്കെ ഉപേക്ഷിച്ചെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകൂ എന്ന് മാരൻ അദ്ദേഹത്തിന്റെ മനസ്സിനോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന്റെ ഏകാഗ്രതയെ തകർക്കാൻ ആ പ്രലോഭനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. ആഗ്രഹം ഫലം കാണാതെ വന്നപ്പോൾ മാരൻ അടുത്ത അടവെടുത്തു. ഭയം ഭീകരരൂപികളായ അസുരസൈന്യം അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നതായി തോന്നിപ്പിച്ച് ഭയപ്പെടുത്തി. അദ്ദേഹത്തെ ആ ധ്യാനത്തിൽ നിന്ന് ഉണർത്താനായിരുന്നു ശ്രമം. പക്ഷേ ഭയത്തിനും സിദ്ധാർത്ഥനെ തളർത്താനായില്ല. ഒടുവിൽ നിരാശനായ മാരൻ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്തു. ഈ ജ്ഞാനോദയം നേടാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആരുണ്ട് നിനക്ക് സാക്ഷി പറയാൻ? ആ ചോദ്യത്തിന് മറുപടിയായി സിദ്ധാർത്ഥൻ ഒന്നും മിണ്ടിയില്ല. പകരം അദ്ദേഹം ശാന്തമായി തന്റെ വലത് കൈപ്പത്തി താഴേക്ക് നീട്ടി ഭൂമിയെ മെല്ലെ ഒന്ന് തൊട്ടു. അതിന്റെ അർത്ഥമിതായിരുന്നു: എന്റെ എണ്ണമറ്റ ജന്മങ്ങളിലെ പരിശ്രമങ്ങൾക്ക് ഈ ഭൂമി തന്നെ സാക്ഷി. ആ ഒരൊറ്റ പ്രവൃത്തിയിൽ മാരൻ പരാജയപ്പെട്ടുപോയി. ആ രാത്രിയുടെ അവസാന യാമത്തിൽ ഉദയസൂര്യന്റെ ആദ്യത്തെ കിരണങ്ങൾ ഭൂമിയെ തൊട്ടപ്പോൾ സിദ്ധാർത്ഥന്റെ ഉള്ളിലെ അജ്ഞതയുടെ ഇരുട്ട് പൂർണ്ണമായി മാറി. ജനനമരണങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും എല്ലാറ്റിനുമുപരി ദുരിതത്തെ എന്നേക്കുമായി എങ്ങനെ അവസാനിപ്പിക്കാമെന്നും അദ്ദേഹം മനസ്സിലാക്കി. ആ നിമിഷം സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധനായി മാറി, അതായത് ജ്ഞാനോദയം നേടിയവൻ. അദ്ദേഹത്തിന്റെ ആ വലിയ കണ്ടെത്തലിന്റെ കാതൽ 4 ലളിതമായ സത്യങ്ങളായിരുന്നു. ഒന്നാമത്തേത് ദുഃഖം. ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തേത് സമുദായ. ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരു കാരണമുണ്ട്, അത് നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളാണ്. മൂന്നാമത്തേത് നിരോധ. ഒരു നല്ല വാർത്തയുണ്ട്, ഈ ദുരിതം അവസാനിപ്പിക്കാൻ സാധിക്കും, അതാണ് നിർവ്വാണം. നാലാമത്തേത് മാർഗ. ആ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴിയുമുണ്ട്. ആ 4ാമത്തെ വഴിയാണ് ആര്യ അഷ്ടാംഗം മാർഗം എന്നറിയപ്പെടുന്നത്. ഇതൊരു കൂട്ടം നിയമങ്ങളല്ല, മറിച്ച് ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡാണ്. ശരിയായ കാഴ്ചപ്പാട്, ശരിയായ തീരുമാനം, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ, നല്ല ജോലി, നല്ല ശ്രമം, ശരിയായ ശ്രദ്ധ, ശരിയായ ഏകാഗ്രത എന്നിങ്ങനെയുള്ള 8 കാര്യങ്ങൾ. ഇതാണ് ബുദ്ധൻ ലോകത്തിനു മുന്നിൽ വെച്ച സമാധാനത്തിലേക്കുള്ള വഴി. ജ്ഞാനോദയം കിട്ടിയ ശേഷം ബുദ്ധനു വേണമെങ്കിൽ ആ ശാന്തതയിൽ ലയിച്ച് ശിഷ്ടകാലം ജീവിക്കാമായിരുന്നു. എന്നാൽ താൻ കണ്ടെത്തിയ ഈ അറിവ് ദുരിതമനുഭവിക്കുന്ന ലോകവുമായി പങ്കുവയ്ക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അത് അദ്ദേഹത്തിന്റെ വലിയ കരുണയുടെ തെളിവായിരുന്നു. പണ്ട് തന്നോടൊപ്പം തപസ് അനുഷ്ഠിച്ച ആ 5 സന്യാസിമാർക്കായിരുന്നു അദ്ദേഹം ആദ്യമായി ആ അറിവ് പകർന്നുകൊടുത്തത്. അടുത്ത 45 വർഷക്കാലം ബുദ്ധൻ ഇന്ത്യയിലുടനീളം നടന്നു. രാജാക്കന്മാർ മുതൽ സാധാരണക്കാർക്ക് വരെ തന്റെ തത്വങ്ങൾ വളരെ ലളിതമായി പറഞ്ഞുകൊടുത്തു. അദ്ദേഹം തന്റെ പിതാവിനെയും മകനെയും വീണ്ടും കണ്ടു. മകൻ രാഹുലൻ പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി. 80-ാം വയസ്സിൽ അദ്ദേഹം സമാധാനപരമായി ഈ ലോകം വിട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ദുരിതങ്ങളുടെ എല്ലാം കാരണം ആഗ്രഹങ്ങളാണെങ്കിൽ, ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ഒരു ലോകം എങ്ങനെയായിരിക്കും? അത് സാധ്യമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബുദ്ധന്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? ഇതുപോലെ ആരുടെയൊക്കെ കഥ കേൾക്കാനാണിഷ്ടം? താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.
നിങ്ങൾക്കായി ഈ വീഡിയോ നിർമ്മിച്ചത് ചിന്താവീഥി.